ഒരു പണിയും എടുക്കാത്തൊരു തൊഴിലാളി തളർന്നു വരുന്നുണ്ട്. നമുക്ക് നീണ്ട നിവർന്ന് കിടക്കുകയല്ലേ. എങ്ങനെയുണ്ട് കാപ്പിൽ ബീച്ച് വന്നിട്ട്? വെൽക്കം ടു തെക്കും വടക്കും. അപ്പൊ നമ്മൾ വർക്കലെത്തി. സമയം ഇപ്പം 1:30 ഉച്ചനേരമാണ്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അല്ലെ, ഏതെങ്കിലും കഫേ കയറി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങാം. ഭയങ്കര വെയിലാണ്. വെയിലൊക്കെ ഒന്ന് താണിട്ട് നമുക്ക് പതുക്കെ ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. നമ്മളിപ്പോൾ വർക്കല ക്ലിഫിലാണുള്ളത്. ഇവിടെ ക്ലിഫിൽ നിന്ന് തന്നെ ബീച്ചിലോട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. എല്ലാ വർഷവും വർക്കല ബീച്ചിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക ഷോപ്സും ഫോറിനേഴ്സിനെ എയിം ചെയ്തിട്ടുള്ള ഷോപ്പുകളാണ്. അപ്പം ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം ഫോറിനേഴ്സൊക്കെ വരുന്നത് കുറവായതുകൊണ്ടായിരിക്കാം മിക്ക ഷോപ്സും ക്ലോസ്ഡ് ആണ് ഇവിടെ. അപ്പം നമ്മളിങ്ങനെ ഒരു കഫേ തപ്പിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. സോ ഏതെങ്കിലും ഒരു കഫേയിൽ കയറാനായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മളിവിടെ സ്ഥിരം വരുന്ന ഒരു കഫേ ഉണ്ട് കേട്ടോ, കഫേ ഇറ്റാലിയാനോ. ഈ കഫേയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ആക്ച്വലി ക്ലിഫിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കഫേയിൽ നിന്നും ബീച്ചിലോട്ടൊരു വ്യൂ ഉണ്ട്. പക്ഷേ ഇവിടത്തെ വ്യൂ കുറച്ചുകൂടെ സ്പെഷ്യലാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. മറ്റ് കഫേനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. ഫോറിനേഴ്സ് നെയിം ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ. ബിക്കോസ് നമ്മളാരും ഇവിടെ ജസ്റ്റ് വന്നൊരു 1 hour ടൂർ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും ലൈബ്രറി ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഫോറിനേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. ഒത്തിരി ബുക്സ് ഉണ്ട്. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ. ഫുഡും അത്യാവശ്യം നല്ലതായിരുന്നു. അടുത്ത പ്ലാൻ എന്താ? നമ്മളിപ്പം ക്ലിഫിലാണുള്ളത്. ക്ലിഫിൽ നിന്ന് പതുക്കെ ഇറങ്ങി താഴെ ബീച്ചിലോട്ട് പോകണം. വെയിലുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ബീച്ചിലൊക്കെ നടന്നിട്ട് വരാം. അതാണ് ക്ലിഫ്. ക്ലിഫിൽ നമുക്ക് താഴോട്ട് ഇറങ്ങി വരാൻ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് വഴി നമ്മൾ ഇറങ്ങി വന്നു. ഇനി നമ്മൾ ബീച്ചിൽ കൂടെ നടക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്.
നല്ല വെയിലും ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഇവിടെ ഒത്തിരി പേരുണ്ട്, കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ബീച്ചിലൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒത്തിരി പേരുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആൾക്കാരെയും നമ്മളിവിടെ കണ്ടത്. ഫോറിനേഴ്സ് ഇപ്പം വളരെ കുറവാണ്. മുമ്പൊക്കെ വർക്കല ബീച്ചിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും ഫോറിനേഴ്സിനെ കാണാൻ പറ്റുമായിരുന്നു. കുളിക്കാനുള്ള അനുമതി ആയിട്ടില്ല, ആരും കുളിക്കാനുള്ള ഇറക്കുന്നില്ല. ബീച്ചിലൂടെ നടക്കാന്നുള്ളതേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാവും. ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് നേരെ നടന്ന് ക്ലിഫിൻ്റെ എൻഡിൽ പോയിട്ട് അവിടെ നിന്നാണ് ബീച്ചിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ എൻഡ് മുതൽ ഞങ്ങൾ നെക്സ്റ്റ് എൻഡ് വരെ ശരിക്കും നടന്നു. ഒത്തിരി നടക്കാനുണ്ട്, പക്ഷെ നല്ല രസമായിരുന്നു. വെയിലുണ്ടായിരുന്നത് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി, പക്ഷെ എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് നടന്നു. ഈ വർക്കല ബീച്ച് തന്നെയാണ് പാപനാശം ബീച്ച് എന്നറിയപ്പെടുന്നതും. അപ്പം ഒത്തിരി പേര് ഇവിടെ വന്ന് ബലിയിടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അങ്ങ് അറ്റത്ത് കുറച്ച് ക്രൗഡിനെ കാണാൻ പറ്റും. അതൊക്കെ രാവിലെ വന്ന് ബലിയിട്ടിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വരും. എല്ലാവരും ബീച്ചിലോട്ട് ഇറങ്ങണം എന്നില്ല. ജസ്റ്റ് ആ പാർക്കിങ്ങിൽ വന്ന് അവിടെ തന്നെ നമുക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. ബീച്ചിൽ അങ്ങനെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് പാർക്കിങ്ങിലോട്ട് കയറുവാണ്. അപ്പം ഇവിടെ ഈ വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ വഴി തിരിച്ച് കയറുവാണ്. ഫുഡൊക്കെ കഴിച്ച് വെയിലൊക്കെ കൊണ്ട് നല്ല ടയേർഡായി. അപ്പം ഈ വഴി ഞങ്ങൾ കയറുവാണ് മുകളിലോട്ട്. ഗൈസ്, തെക്കും വടക്കും തളർന്നു. കാരണം ഒത്തിരി തിരിച്ച് കയറാനുണ്ടായിരുന്നു. ഇറങ്ങാൻ ഭയങ്കര എളുപ്പം, തിരിച്ച് കയറാൻ. അതെ, ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചിട്ടായത് കാരണം ഒട്ടും പറ്റിയില്ല നമുക്ക്. അത് അല്ലേലും പറ്റൂല. അതിലേതോ ഒരു മാമൻ അവിടെ നിന്നിട്ട് പറഞ്ഞ്, മക്കളെ ഇതുവഴി പോയി കഴിഞ്ഞാൽ അതെ അധികം സ്റ്റെപ്പൊന്നും കയറണ്ടാന്ന്, സ്റ്റെപ്പാണ് നല്ലത്. അതെ, കുന്നു എൻ്റെ അമ്മേ. നമ്മള് വർക്കല ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ അടുത്ത് തന്നെ കാപ്പിൽ എന്ന് പറഞ്ഞൊരു ബീച്ചും കൂടെ ഉണ്ടെന്ന് കണ്ടു. ഗൂഗിളില് തണുത്ത മിൽമ ബദാമിന്റെ കുടിച്ചു ഞങ്ങള്. അതിന്റെ കൂടെ നമ്മൾ വേറെ സാധനം മേടിച്ചിട്ടുണ്ട്, സിപ്പപ്പ് ഒക്കെ വാങ്ങിച്ചു. നമ്മുടെ ഒരു വികാരമാണത്. സിപ്പപ്പ് ഒക്കെ വാങ്ങിച്ചു ഞങ്ങള്. ഉച്ചയ്ക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പെട്ടുപോയത്. നല്ല വെയിലുണ്ടായിരുന്നു. അതുമല്ല, നമ്മൾ ഒത്തിരി നാളിന് ശേഷമാണ് ഇപ്പം ഒന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് ഇത്രയും ദൂരം നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ 4-5 വീഡിയോകളിൽ ഏറ്റവും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ഇതാണ് കേട്ടോ. അതെ, ഞങ്ങൾ ഒത്തിരി നടന്നു. അല്ലെ, വൈകിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക്. അതെ, നമ്മള് കാപ്പിലൊക്കെ പോവാന്നുള്ളൊരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ് നമ്മള് നേരത്തെ വന്നത് വർക്കലയില്. ഇപ്പൊ കാപ്പിൽ ബീച്ച് വർക്കലയിൽ നിന്ന് നിയർലി 5 കിലോമീറ്റേഴ്സേ ഉള്ളൂ. നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ ഇതുവരെ പോയിട്ടില്ല. ശ്യാമ പോയിട്ടില്ലല്ലോ? ഞാനും പോയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അവിടെ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഒന്ന് പോയി നോക്കാം നമുക്ക്.
നമ്മൾ കാപ്പിൽ ബീച്ച് എത്തി. ഇതാണ് കാപ്പിൽ ബീച്ച്. അത്യാവശ്യം തിരക്കുണ്ട്, സൺഡേ ആയത് കാരണം. ഇവിടെ കണ്ടോ, റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താ കായലും ലെഫ്റ്റ് സൈഡിൽ ബീച്ചും ആണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അല്ലേ? നല്ല ഭംഗിയാണ്, നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. വ്യൂ കേട്ടോ എന്റെ അമ്മ. ഡ്രൈവ് ചെയ്യുമ്പോ നല്ല. അതെ, നമുക്ക് ഇതുവഴി സൈഡിലോട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. ആ ബീച്ചിലോട്ട് പോകുന്ന റോഡിലോട്ട് കുറച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അറ്റം വരെ പോവാം. എത്ര വരെ പോകാൻ പറ്റും അതുവരെ നമുക്ക് പോവാം. അപ്പൊ വർക്കല വരുന്ന ആൾക്കാര് ഇവിടെ കാപ്പിൽ ബീച്ചും കൂടെ വന്ന് കാണണം എന്നാണ് നമ്മുടെ ഒരു സജഷൻ. കാരണം അത് നല്ല രസമുണ്ട് ശരിക്കും. രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് അല്ലേ? അതെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് പോയവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് റിവേഴ്സ് എടുത്ത് കൊടുക്കേണ്ടി വന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ഇവിടെ നിൽക്കാനൊരു ഇൻറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് പുറകിലോട്ട് പോയി. ടൈപ്പ് ഓഫ് കൊത്തു പൊറോട്ട ടൈപ്പിലെ വേറൊരു സംഭവം നമ്മുടെ ഇടവ സ്പെഷ്യൽ സാധനമാണ് മുത്തമെന്ന് പറയും. നമ്മുടെ ഉത്സവ സീസണിൽ കണ്ടുവരുന്നൊരു വിഭവമാണിത്. നമ്മൾ സൺഡേ ആയതുകൊണ്ട് ഒന്ന് ഇതാക്കി ഇടുന്നേ. ഒരു പ്ലേറ്റിന് 60 രൂപ. അല്ലേ? ഇടവ ഉത്സവ സീസണിൽ ഇത് വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു വിഭവം. കൂടെ ഇട്ടോ, പൊടിക്കിട്ടോ. നമ്മളിപ്പോൾ കാപ്പിൽ ബീച്ചിലാണ് ഇരിക്കുന്നത്. ഇവിടെ ബീച്ച് സൈഡിലല്ല നമ്മളുള്ളത്. ബീച്ച് നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ കുറച്ച് അങ്ങോട്ടാണ്. അങ്ങ് അറ്റം മുതൽ ഇങ്ങറ്റം വരെ പാറക്കെട്ടാണ്. എല്ലാവരും ഈവനിങ് ഒക്കെ വന്നിട്ട് ഇവിടെ പാറക്കെട്ടി ഇരിക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡുണ്ട്. ശരിക്കും പറയുന്നത് ഈ ഭാഗത്തോട്ട് ഭയങ്കര ക്രൗഡാണ്. പുറകെ കാണുന്ന അങ്ങോട്ടത്തോട്ട് ഭയങ്കര ക്രൗഡാണ്. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് പോയില്ല. വരുമ്പോൾ ഒരു 5 മണിക്ക് ശേഷം വരണം. 5:30 ആകുമ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും സൺസെറ്റ് നല്ല കിടിലമായിട്ട് കാണാം. പിന്നെ ഇവിടുത്തെ ഈ റോഡെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ. എന്ന് വെച്ചാൽ 2 സൈഡും തെങ്ങുമായിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഒരു ഫീലാണ്. ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നല്ല സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ തെക്കും വടക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ തെക്കും വടക്കിൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. ബൈ ബൈ.